Good morning all. Welcome to Competitive Cracker. നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ന്യൂസസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്കറിയാം ഈ ഒരു വീക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കോൺക്ലേവ്സ് ഒക്കെ നടക്കുന്നുണ്ട്, മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീക്കാണ്. ആൻഡ് ഓൾസോ ഇൻ്റർനാഷണൽ ഡേയ്സ് നമ്മൾ ഇന്നലെ തന്നെ എത്രണ്ണം പഠിച്ചു അല്ലേ? ആൻഡ് ഇന്നും ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഡേ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ദ ഫസ്റ്റ് ന്യൂസ് ഇറ്റ്സ് അബൌട്ട് ഇൻ്റർനാഷണൽ ഡേ for the preservation of the ozone layer 16th September. നമുക്കറിയാം ദ മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 സെപ്റ്റംബർ 16 46 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഒരു സൈൻ ചെയ്തിട്ട് പിന്നീട് 1989 ജാനുവരി 1 പുറത്തു വന്ന അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോട്ടോക്കോളാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ഓസോൺ ലെയർ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ ലെയറിൻ്റെ ആ ഒരു ഡിപ്ലീഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ പ്രോട്ടോക്കോൾ നടന്നത്, ഓസോൺ ലെയറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഓസോൺ ലെയർ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോക്കോളായിരുന്നു ഈ പറയുന്ന മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഇറ്റ് ഈസ് ഒബ്സർവ് ടു റിമൈൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഓസോൺ ലെയർ ഫോർ സർവൈവൽ ഓൺ എർത്ത്. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ കുട എന്നറിയപ്പെടുന്നതാണ് ഓസോൺ അല്ലെങ്കിൽ O3 എന്ന് പറയുന്നത്. പുറത്തുനിന്ന് വരുന്ന സ്പേസിൽ നിന്നൊക്കെ വരുന്ന UV റേസ് അങ്ങനെ മുതലായിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് മനുഷ്യന്മാർക്ക് സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള റേസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഓസോണിൻ്റെ ലെയറാണ്. അപ്പം ഈ ഓസോൺ ലെയറിനെ മാക്സിമം സംരക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈ UV റേസ് ഭൂമിയിലേക്ക് എത്തുകയും ഇവിടെയുള്ള ഹ്യൂമൻസിനെ ബാധിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഈ ഓസോൺ ലെയറിന് ഇത്രയും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ആൻഡ് 2021 തീം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഡേയ്സ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള ഇൻ്റർനാഷണലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും കേട്ടുപരിചയമുള്ള ഡേയ്സിൻ്റെ ഒക്കെ തീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻ സ്കൂൾ. ഓക്കെ, അപ്പം നമ്മുടെ കൊറോണ ഒരു പാൻഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള തീംസ് തന്നെയാണ് മിക്കപ്പോഴും തന്നെ വരുന്നത്. അപ്പോൾ 2021 തീം എന്ന് പറയുന്നതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻ സ്കൂൾ. ഇറ്റ് ഈസ് ഒബ്സർവ് ടു മാർക്ക് ദ ആനിവേഴ്സറി ഓഫ് ദ മോൺട്രിയൽ പ്രോട്ടോകോൾ. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ദ ഡിപ്ലീഷൻ ഓഫ് ദ ഓസോൺ ലെയർ ക്യാൻ കോസ് സ്കിൻ ക്യാൻസർ ഇൻ ഹ്യൂമൻസ് ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ എക്കോസിസ്റ്റം. അപ്പോൾ അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള റേസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെയറാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 1987 ഫോം ചെയ്തതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അത് എഫക്ട് ചെയ്ത് 1989 തൊട്ടാണ്. ആൻഡ് മോൺട്രിയൽ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റിയാണ് കാനഡയിലുള്ളത്. ആൻഡ് ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ ഓസോൺ ലെയർ എന്നാണ് 16th September. Prime Minister Narendra Modi to inaugurate Defence Officers Complex in New Delhi. അപ്പോൾ ന്യൂ ഡൽഹിയിലാണ് ഡിഫൻസ് ഓഫീസേഴ്സ് കോംപ്ലക്സ് വരാൻ പോകുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ ഒരു കോംപ്ലക്സിന്. എന്തൊക്കെയാണെന്ന് നോക്കാം. സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ടെക്നോളജി കോൾഡ് ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിം ഹാസ് ബീൻ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് ദിസ് ബിൽഡിംഗ്. അപ്പം നമ്മുടെ ഡിഫൻസ് ഓഫീസ് ഈ ഒരു കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ടെക്നോളജി ആയിട്ടുള്ള ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് ഓൾസോ ആൻ ഇൻറ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ മാനേജിംഗ് ബിൽഡിംഗ് ഓപ്പറേഷൻസ്. Then the building will use green technology for energy efficiency and promote environment friendly practices. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ്. ഡിഫൻസ് എവിടെയാണ്? ഡിഫൻസ് ഓഫീസേഴ്സ് കോംപ്ലക്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ആൻഡ് ഒരു പുതിയ ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പേരെന്താണ്? ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിം എന്നാണ് ഈ പറയുന്ന കോംപ്ലക്സിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് an integrated command and control center has been established for managing building operations. അപ്പം ഇത് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, രാജസ്ഥാൻ മേഡ് മിസ്ബിഹേവിയർ വിത്ത് ടൂറിസ്റ്റേഴ്സ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഈവൻ പിൽഗ്രിം ടൂറിസം, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്
ടൂറിസം മെത്തേഡ്. പിൽഗ്രിം ടൂറിസം ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പം രാജസ്ഥാനിൽ ഒരു പുതിയ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പേര്? രാജസ്ഥാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്ഡ് ദ രാജസ്ഥാൻ ടൂറിസം ട്രേഡ്, ദാറ്റ് മീൻസ് ഫെസിലിറ്റേഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെൻറ്റ് ബിൽ. ടൂറിസ്റ്റുകൾക്ക് സപ്പോർട്ട് നൽകുന്ന, അതായത് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ടൂറിസം ബേസ്ഡ് ആയിട്ട് നടക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് രാജസ്ഥാൻ ഈ ഒരു അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. പേരെന്താണ്? രാജസ്ഥാൻ ടൂറിസം ട്രേഡ് ഫെസിലിറ്റേഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെൻറ്റ് ബിൽ 2021. The new legislation has been brought to boost the tourism sector in the state. ഞാൻ ഓൾറെഡി തന്നെ മെൻഷൻ ചെയ്തിരുന്നു, പ്രധാനമായിട്ടും പിൽഗ്രിം ടൂറിസം ട്ടോ, അതാണ് ഏറ്റവും കൂടുതൽ രാജസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. The new laws will apply for officers like extort money from the tourists, tutoring activities and misleading tourists. അപ്പം ടൂറിസ്റ്റുകൾക്ക് എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും നൽകുന്നതാണ് ഈ ഒരു അമെൻമെൻറ്റ് ബിൽ എന്ന് പറയുന്നത്. പാസ്സാക്കിയിരിക്കുന്നത് രാജസ്ഥാനിലാണ് കേട്ടോ, രാജസ്ഥാനിലാണ്. അതായത് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ടൂറിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ട്യൂട്ടിങ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അടുത്തായിട്ട് അമെൻമെൻറ്റ് ബിൽ കൊണ്ടുവന്ന സംസ്ഥാനം ഏത്? ദാറ്റ് ഈസ് രാജസ്ഥാൻ. US, UK ആൻഡ് ഓസ്ട്രേലിയ, 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ചേർന്നിട്ട് പുതിയ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ഫോർമേഷൻ വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഓക്കസ്, ദാറ്റ് AUKUS. അതിനകത്ത് തന്നെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. US, UK ആൻഡ് ഓസ്ട്രേലിയ. അപ്പോൾ 3 കൺട്രീസാണ്. അത് ഏകദേശം പേരിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ആൻഡ് US, UK and Australia have announced the formation of AUKUS, a new trilateral security partnership for the Indo-Pacific region. അപ്പം Indo-Pacific region-ൽ പ്രധാനമായിട്ടും ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനും അവിടെയുള്ള മാരിടൈം ആക്ടിവിറ്റീസ് എല്ലാം ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് 3 പ്രധാനപ്പെട്ട, നമ്മുടെ ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ, ദാറ്റ് ഇസ് ഓസ്ട്രേലിയ, US ആൻഡ് UK, ഈ 3 കൺട്രീസും ചേർന്നിട്ട് ഒരു പുതിയ ട്രൈലാറ്ററൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് നടത്തിയിരിക്കുകയാണ് ഓക്കസ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് പ്രൊജക്ട് ഓഫ് ഓക്കസ് വിൽ ബി ടു ഹെൽപ്പ് ഓസ്ട്രേലിയ അക്വയർ എ ന്യൂക്ലിയർ പവർഡ് കൺവെൻഷനലി ആം സബ്മറൈൻ ഫ്ലീറ്റ്. ഓസ്ട്രേലിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഓസ്ട്രേലിയ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രി ആയിട്ട് ഇതുവരെ ഓസ്ട്രേലിയക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് സപ്പോർട്ട് നൽകിയാണ് US-ഉം UK-യും ചേർന്നിട്ട്. It was announced in a joint address by British Prime Minister. അപ്പം ആരൊക്കെയാന്ന് നോക്കൂ. ഫസ്റ്റ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ, ആൻഡ് അനദർ വൺ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള സ്കോട്ട് മോറിസൺ ആൻഡ് ദ US പ്രസിഡന്റ് ജോ ബൈഡൻ. അപ്പോൾ ഇവർ 3 പേരും ചേർന്നിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തിരിക്കുന്നത്. ആരൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേഴ്സണാലിറ്റീസ്. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരാണ്? ബോറിസ് ജോൺസൺ. ആൻഡ് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ ആൻഡ് ദ US പ്രസിഡന്റ് ജോ ബൈഡൻ അല്ലെങ്കിൽ ജോസഫ് ബൈഡൻ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഓക്കസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഫോക്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയയുടെ ന്യൂക്ലിയർ പവർ സെക്ടർ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് വൺ, റിഫോംസ് ഇൻ അർബൻ പ്ലാനിംഗ് കപ്പാസിറ്റി ഇൻ ഇന്ത്യ. അത് 2020-ൽ നീതി ആയോഗിൻ്റെ തലപ്പത്തുള്ളവർ ചേർന്നിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. 2020 ഒക്ടോബറിലായിരുന്നു ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തത്. ആൻഡ് അതിൻ്റെ റിപ്പോർട്ട് 2021 സെപ്റ്റംബറിൽ വന്നിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഹെഡിങ്? റിഫോംസ് ഇൻ അർബൻ പ്ലാനിംഗ് കപ്പാസിറ്റി ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട എക്കണോമിക് ആയിട്ടുള്ള പ്രശ്നമാണ് ഈ അർബൻ പ്ലാനിങ്. ആ ഒരു അർബൻ പ്ലാനിങ് സെക്ടർ വളരെ മോശമാണ് നമ്മുടെ ഇന്ത്യയുടെ. അപ്പം നമ്മുടെ എക്കോണമീനെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഉള്ള അല്ലെങ്കിൽ തന്നെ ബാക്കി ഫെസിലിറ്റീസ് എല്ലാം ഉള്ള അർബൻ ഏരിയയെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ നീതി ആയോഗിൻ്റെ ഈ ഒരു റിപ്പോർട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അർബൻ പവർ അല്ലെങ്കിൽ അർബൻ ഏരിയ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നോക്കാം. Niti Aayog launched a report on reforms in urban planning capacity in India on 16 September 2021. The report comprises a set of recommendations on various aspects of urban planning such as interventions for planning healthy cities, optimum utilization of urban land, ramping up human resource capacities. അപ്പം ഒരു urban മേഖല അല്ലെങ്കിൽ urban ഏരിയ കൂടുതലായിട്ട് യൂസ് ചെയ്യുക, അതിനെ ഈ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കുറേ പുതിയ പുതിയ പ്രൊജക്ട്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.
നീതി ആയോഗ് ഹാഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻ അഡ്വൈസറി കമ്മിറ്റി. അതിൻ്റെ തലപ്പത്തിരുന്ന 3 പേരുണ്ട് ഈ ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ. ഒന്ന് വൈസ് ചെയർമാൻ ആയിട്ടുള്ള രാജീവ് കുമാർ ആൻഡ് CEO ആയിട്ടുള്ള അമിതാഭ് കാന്ത് ആൻഡ് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ രാജേശ്വര റാവു. ഇവർ 3 പേരും ചേർന്നിട്ടാണ് ഈ ഒരു കമ്മിറ്റി ലീഡ് ചെയ്തത്. അപ്പം അവർ ഈ പറയുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് 2021. ഏകദേശം ഒരു വർഷം എടുത്തിട്ടാണ് ഈ ഒരു അർബൻ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള റിഫോംസ് ഇൻ അർബൻ പ്ലാനിംഗ് കപ്പാസിറ്റി ഇൻ ഇന്ത്യ എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കാം നെക്സ്റ്റ് ന്യൂസ്. രൺധീർ സിംഗ് അപ്പോയിന്റഡ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യാസ് ആക്ടിംഗ് പ്രസിഡന്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. രൺധീർ സിംഗ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വരുന്ന ഓൺലൈൻ എക്സാമിനേഷൻസിന് മസ്റ്റായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തിൻ്റെയാണ്? ദ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് രൺധീർ സിംഗിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഹീസ് എ വെറ്ററൻ ഇന്ത്യൻ സ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റർ. Ranveer Singh has been appointed as acting president of the Olympic Council of Asia. He was appointed after incumbent Sheikh Ahmad Al Fahd Al Sabah had to step aside. Ranveer had served as Secretary General of the OCA for 24 years from 1991 to 2015. അപ്പോൾ വളരെ വെറ്ററൻ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ രൺധീർ സിംഗ്. രൺധീർ എ 5-time ഒളിമ്പ്യൻ ഷൂട്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കായിക ഇനം അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റ് എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ആണ്. ഈസ് കറന്റ്ലി ആൻഡ് ഹോണററി ലൈഫ് വൈസ് പ്രസിഡന്റ് ഓഫ് ദ OCA. അപ്പം ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്? രൺധീർ സിംഗിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അദ്ദേഹം വളരെ വെറ്ററൻ ആയിട്ടുള്ള ഒരുപാട് കാലം ഈ പറയുന്ന സെക്രട്ടറി ജനറൽ ആയിട്ട് OCAയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് രൺധീർ സിംഗ്. Next, Niti Aayog, RMI and RMI India launched Shunya campaign. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ്. ഇറ്റ്സ് നീതി ആയോഗും അതുപോലെ തന്നെ റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യാസ് സപ്പോർട്ട് ലോഞ്ച് ശൂന്യ ഓൺ 15 September 2021. ഇതെന്താണ് പ്രധാനമായിട്ടും ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശം? ഇറ്റ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ടു പ്രൊമോട്ട് zero pollution delivery vehicles by working with consumers and industries. അപ്പം എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? സീറോ പൊല്യൂഷൻ ഡെലിവറി വെഹിക്കിൾസ് ബൈ വർക്കിംഗ് വിത്ത് കൺസ്യൂമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇത് പ്രൊമോട്ട് ചെയ്യുകയാണ് പ്രധാനമായിട്ടും ശൂന്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശൂന്യ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട് അല്ലേ? ശൂന്യ എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ ഇറ്റ്സ് റിലേറ്റഡ് ടു സീറോ പൊല്യൂഷൻ ഡെലിവറി വെഹിക്കിൾസ്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന RMI ദ റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നീതി ആയോഗും തമ്മിൽ കമ്പയിൻ ചെയ്തിട്ട് ഈ ഒരു ക്യാമ്പയിൻ പുറത്തിറക്കിയിരിക്കുന്നത്. The campaign aims to accelerate adoption of electric vehicles, that means EVs, in the urban deliveries segment and create consumer awareness about the benefits of zero pollution delivery. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് ശൂന്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ശൂന്യമായ ഒരു എയർ പൊല്യൂഷനാണ് നീതി ആയോഗ് മുന്നോട്ട് വയ്ക്കുന്നത്. New species of Jurassic era Highcourt shark discovered in Jaisalmer. നമ്മുടെ ജയ്സാൽമീറിൽ ഈ ദിനോസർ ഏരിയയിലുള്ള അല്ലെങ്കിൽ ജുറാസിക് ഏരിയയിൽ ആ ഒരു എറയിൽ ഉണ്ടായിരുന്ന ഒരു ബ്രീഡ്, ദാറ്റ് മീൻസ് ഐബോർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷാർക്കിനെ ഡിസ്കവർ ചെയ്തിരിക്കുകയാണ്. ദ ടീത്ത് ഓഫ് ന്യൂ സ്പീഷീസ് ഓഫ് ഹൈബോർഡൻ ഷാർക്ക് ഓഫ് ജുറാസിക് ഏജ്. ഏകദേശം ഒരു 64 മില്യൺ ഇയേഴ്സ് മുമ്പ് തന്നെ ഇത് ഭൂമിയിൽ നിന്ന് പോയതാണ്, അത് വാനിഷ്ഡ് ആയതാണ്. ആൻഡ് അതിൻ്റെ ഒരു ടീത്താണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജയ്സാൽമീറിൽ നിന്ന്. The teeth of new species of Highcourt shark of Jurassic age have been discovered for the first time from Jaisalmer, Rajasthan. Highcourt was a dominant group of fishes in both marine and fluvial environments during the Triassic and early Jurassic time. വളരെ വർഷം മുൻപ്, ഒരു മില്യൺസ് ഇയേഴ്സ് എഗോ മുൻപുള്ള ഒരു സ്പീഷീസ് ആണ് ഈ പറയുന്ന ഹൈബോഡോൺസ് എന്ന് പറയുന്നത്. The newly discovered crushing teeth in Jaisalmer represents a new species named by the research team. ഈ ഒരു സ്പീഷീസിന് നമ്മുടെ റിസർച്ച് ടീംസ് ഒരു പേരിട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് നോക്കാം, സ്ട്രോഫോഡസ് ജൈസാൽമിറൻസിസ്. ഓക്കെ, സ്ട്രോഫോഡസ് ജൈസാൽമിറൻസിസ് എന്നാണ് ഈ പറയുന്ന സ്പീഷീസിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ജയ്സാൽമീറിന് കണ്ടെത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. എന്തായാലും ഹൈബോർഡൻ ഷാർക്കാണ് ഈ ഒരു ന്യൂ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ. ഹൈബോർഡൻ ഷാർക്കിൻ്റെ ടീത്ത് കിട്ടിയിരിക്കുന്നത് ജയ്സാൽമീറിൽ നിന്നാണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണിത്. ഇത് മസ്റ്റായിട്ടും എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഞാൻ മുൻപ് ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐസ്ലാൻഡിൽ ഈ CO2 എമിറ്റ് ചെയ്യുന്ന പ്ലാന്റ് വന്നിട്ടുള്ള കാര്യം. അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ക്യാപ്ചർ ആയിട്ടുള്ള CO2 ക്യാപ്ചർ ഫെസിലിറ്റീസ് വന്ന കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ ലാർജസ്റ്റ് വൺ എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഇന്ത്യയിലും അതുപോലത്തെ ഒരു ടെക്നിക്ക് വരാൻ പോവാണ്. ടാറ്റ സ്റ്റീൽ കമ്മീഷൻസ് ഇന്ത്യസ് ഫസ്റ്റ് പ്ലാൻ ഫോർ CO2 ക്യാപ്ചർ. അപ്പം CO2 ക്യാപ്ചറിൻ്റെ ഒരു പുതിയ ഫെസിലിറ്റി നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാണ്. ആരാണ്, ഏത് കമ്പനിയാണ്? ടാറ്റ. ഒബ്വിയസ്ലി ടാറ്റ ആയിരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൻഡ് ഓൾസോ ആൾട്രൂസ്റ്റിക് ആയിട്ടുള്ള കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ടാറ്റ തന്നെയാണ്. ദ ടാറ്റ സ്റ്റീൽ ഹാസ് കമ്മീഷൻ എ 5 ton per day TPD കാർബൺ ക്യാപ്ചർ പ്ലാൻ അറ്റ് ഇറ്റ്സ് ജംഷഡ്പൂർ വർക്ക്സ്. അപ്പോൾ ജംഷഡ്പൂരിലാണ് ഈ പ്ലാന്റ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ദിസ് മേക്സ് ഇറ്റ് ദ country's first steel company to adopt such a carbon capture technology that extracts CO2 directly from the blast furnace gas. Tata Steel will reuse the captured CO2 on site to promote a circular carbon economy. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് നേരെ കളയുന്നില്ല, പകരം അത് റീസൈക്കിൾ ചെയ്യാണ് പല രീതിയിൽ. ആൻഡ് ഓൾസോ ഇതാണ് ഒരു റീസൈക്ലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് CO2 ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പം മാക്സിമം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഐസ്ലാൻഡിൻ്റെ കാര്യത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഐസ്ലാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു ലാർജസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു കാര്യം, ഫെസിലിറ്റി വന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഓൾസോ സ്വിറ്റ്സർലൻഡിലാണ് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വയ്ക്കുന്നത്. ആൻഡ് നമ്മുടെ ടാറ്റ കമ്പനിയാണ് ഈ ഒരു കാർബൺ ക്യാപ്ചർ ഫെസിലിറ്റി ഫസ്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അവരുടെ ജംഷഡ്പൂരിലാണ് ആദ്യമായിട്ട് ഈ ഫെസിലിറ്റി അപ്ലൈ ചെയ്തിരിക്കുന്നത്. PM Modi in Times 100 most influential people list. PM Narendra Modi, West Bengal Chief Minister Mamata Banerjee and the CEO of the Serum Institute of India in Pune, Adar Poonawalla, were listed in the Time magazine's 100 most influential people. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് 3 പേരെയാണ് ടൈം മാഗസിൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ആയിട്ട്. ആൻഡ് അതിനകത്ത് ആരൊക്കെയുണ്ട്? ഒന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ, US Vice President Kamala Harris, former US President Donald Trump, and the Taliban government's Deputy Prime Minister Abdul Ghani Baradar of Afghanistan also were among the leaders in the list. അപ്പം ഈ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പീപ്പിളിൻ്റെ ലിസ്റ്റിനകത്ത് ആരൊക്കെയുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 3 പേരാണ്. പ്രൈം മിനിസ്റ്ററും ഉണ്ട്, പിന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മമതാ ബാനർജി, ആൻഡ് ഓൾസോ ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ 2020 കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ദാറ്റ് ഈസ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അപ്പം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ CEO ആയിട്ടുള്ള ആധാർ പൂനാവാല, ഇദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആധാർ പൂനാവാല മുതലായവരാണ് ടൈം മാഗസിൻ്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ലിസ്റ്റിനകത്ത് ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു റിട്ടയർമെൻറ്റ് ന്യൂസാണ്. പ്രധാനമായിട്ടുള്ള 2 പേര് റിട്ടയർ ചെയ്തിരിക്കുകയാണ് ക്രിക്കറ്റിൽ നിന്ന്. സ്പോർട്സ് ന്യൂസാണ്. ദ ഫസ്റ്റ് വൺ, ശ്രീലങ്കൻ ക്രിക്കറ്റർ ലസിത് മലിംഗ announces retirement from all forms of cricket. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലെയർ ആണ്. ആൻഡ് ഹി വാസ് ക്യാപ്റ്റൻ ഓഫ് ശ്രീലങ്കാസ് 2014 T20 വേൾഡ് കപ്പ് വിന്നിംഗ് ടീം. ആൻഡ് ഓൾസോ ഹി ഈസ് ദ ഓൺലി ബൗളർ ടു ബാഗ് 4 wickets of 4 successive balls in ODIs. 3 കോൺസിക്യൂട്ടീവ് ബോൾസിനകത്ത് വിക്കറ്റ് എടുക്കുന്നതിന് നമ്മൾ ഹാട്രിക് എന്ന് പറയും അല്ലേ. എന്നാൽ ലസിത് മലിംഗ ചില്ലറക്കാരനല്ല, അദ്ദേഹം 4 കോൺസിക്യൂട്ടീവ് ബോൾസിൽ നിന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഏതാണ്? ഹിസ് ദ ഓൺലി ബൗളർ ടു ബാഗ് 4 wickets of 4 successive balls in ODIs. വൺ ഡേ ഇന്റർനാഷണലിനകത്താണ് ഇങ്ങനെ നേടിയിരിക്കുന്നത്. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് ബൗളർ ടു ടേക്ക് 100 T20 വിക്കറ്റ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആദ്യമായിട്ട് T20യിൽ 100 വിക്കറ്റ്സ് നേടുന്ന ബൗളറും ലസിത് മലിംഗയാണ്. ആൻഡ് അദ്ദേഹം T20യിലും ഈ ഹാട്രിക്, ഈ പറയുന്ന 4 കോൺസിക്യൂട്ടീവ് ബോൾസിനകത്ത് നിന്ന് വിക്കറ്റ് നേടിയിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ റഷീദ് ഖാനുമാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളൂ T20സിൽ. പക്ഷേ ഒഡീസിൽ 4 കോൺസിക്യൂട്ടീവ് ബോൾസിൽ വിക്കറ്റ് നേടുന്ന ഏക ബൗളർ എന്ന് പറയുന്നത് ലസിത് മലിംഗയാണ്. അദ്ദേഹത്തിൻ്റെ പിക്ചറാണിത്. പിന്നെ മുംബൈ ഇന്ത്യൻസിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ പറയുന്ന 2014 ശ്രീലങ്കയായിരുന്നു T20 വേൾഡ് കപ്പ് നേടിയിരുന്നത്. അതിൻ്റെ ക്യാപ്റ്റൻ ഇദ്ദേഹമായിരുന്നു. ആൻഡ് ഓൾസോ T20യിൽ ഫസ്റ്റ് 100 വിക്കറ്റ് നേടുന്നതും ലസിത് മലിംഗയാണ്.
ഇനി അടുത്തത് നമ്മൾ അധികം കേൾക്കാത്ത ഒരാളാണ് സിംബാബ്വേയുടെ, അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. സിംബാബ്വേയുടെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്ന ബ്രണ്ടൻ ടൈലർ. അത് ക്രിക്കറ്റ് നല്ല, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്രേമിക്കാണെങ്കിൽ അറിയാവുന്നൊരു പേരായിരിക്കും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലെയർ. ദാറ്റ് മീൻസ് സിംബാബ്വേയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബ്രണ്ടൻ ടൈലർ എന്ന് പറയുന്നത്. അനൗൺസസ് റിട്ടയർമെന്റ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ആൻഡ് ഫോമർ സിംബാബ്വെ ക്യാപ്റ്റൻ ആൻഡ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ബ്രണ്ടൻ ടൈലർ ഹാസ് അനൗൺസ്ഡ് ഹി വിൽ റിട്ടയർ ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ്. നമുക്ക് ഇന്ത്യക്ക് മഹേന്ദ്ര സിംഗ് ധോണി പോലെയായിരുന്നു സിംബാബ്വേക്ക് ബ്രണ്ടൻ ടൈലർ. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ബ്രണ്ടൻ ടൈലർ ഏത് രാജ്യക്കാരനാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സിംബാബ്വേയുടെ ക്യാപ്റ്റൻ ആയിരുന്നു കേട്ടോ. ആൻഡ് വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റൻ ആയിരുന്നു ഈ പറയുന്ന ബ്രണ്ടൻ ടൈലർ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗ്രാൻസ് ദ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ടു റിക്കഗ്നൈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഈ ഒരു കോവിഡ് പാൻഡമിക്കിൻ്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ തൻ്റെ കരിയർ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അവർക്കൊരു അവയർനെസ് അല്ലെങ്കിൽ അവർക്കൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു പുതിയ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മിനിസ്ട്രി ഓഫ് ദ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിൽ വരുന്ന ദ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ദ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഷീ ഈസ് നോൺ ആസ് ദ ലേഡി വിത്ത് ദ ലാംപ്, വിളക്കേന്തിയ വനിത. വാസ് എ ബ്രിട്ടീഷ് nurse, social reformer and best known as the founder of modern nursing. ഇന്റർനാഷണൽ നഴ്സസ് ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് May 12-നാണ്. അത് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ അവർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് മാനിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ആദരവ് എന്നുള്ള രീതിയിൽ ഈ ഒരു ദ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് എന്ത്? ദ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ്. അത് ഇനി മുതൽ നൽകി തുടങ്ങും. നെക്സ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഫസ്റ്റ് പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊക്ലൈംഡ് ബൈ രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ്? ഫസ്റ്റ് ഓപ്ഷൻ അഷ്ഫഖുല്ല ഖാൻ, മൗലാന ബർക്കത്തുള്ള, മൗലാന അബ്ദുൽ കലാം ആൻഡ് ദ റാം നരേഷ് യാദവ്. ഓക്കെ, ഇതിനകത്ത് ആരാണ് നമ്മുടെ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലേ, രാജ മഹേന്ദ്ര പ്രതാപ് സിംഗിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. ആൻഡ് ഓൾസോ ഞാനൊരു ഫോറിൻ മിനിസ്റ്ററിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ ഓപ്ഷൻ ഇട്ടിട്ടില്ല. Each organization in India launched the Future Ready Talent Program in September 2021. It's Facebook India, Amazon, Google and the Microsoft India. ഏതാണെന്ന് നോക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പ്രോഗ്രാം ആയിരുന്നു. And Project Udan, a project to translate engineering books into Hindi and vernacular language developed by ISRO, IIT Madras, IIT Bombay, the Institution of Engineers India. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് ഉഡാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞിരുന്നു ഈ പേരും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എയിമും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും ന്യൂസസ് ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ കുറച്ച് ഇൻ്റർനാഷണൽ ന്യൂസസ് പഠിച്ചു ആൻഡ് ഓൾസോ നാഷണൽ ന്യൂസസ് പഠിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ന്യൂസസ് എല്ലാം തന്നെ നിങ്ങൾ വീണ്ടും കേൾക്കുക ആൻഡ് ഓൾസോ നോട്ട് ചെയ്ത് പോവുക. ആൻഡ് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.